Good morning students. Welcome to Malayalam class Standard 8. നമ്മളിന്ന് മണ്ണ് എന്ന കഥയാണ് പഠിക്കാൻ പോകുന്നത്. മണ്ണ് എന്ന കഥ എഴുതിയതാരാണ്? ബീന സജീവാണ് മണ്ണ് എന്ന കഥ എഴുതിയത്. ഈ മണ്ണ് എന്ന കഥയിലെ പ്രധാന കഥാപാത്രം എന്ന് പറയുന്നത് കുഞ്ഞാപ്പിയാണ്. അദ്ദേഹത്തിൻ്റെ ഭാര്യ ചേച്ചയും 5 മക്കളും ഈ കഥയിൽ ഉൾപ്പെടുന്നു. കുഞ്ഞാപ്പി എന്ന് പറഞ്ഞയാള് മണ്ണിനെ സ്നേഹിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. കൃഷിയാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ ജോലി. അപ്പം കൃഷിയെ സ്നേഹിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു കുഞ്ഞാപ്പി. അപ്പോൾ കുഞ്ഞാപ്പിയുടെ ജീവിത രീതിയെക്കുറിച്ചാണ് മണ്ണ് എന്ന പാഠത്തിലൂടെ നമ്മളിപ്പോൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും പുസ്തകം എടുക്കുക. ടീച്ചർ വായിക്കുമ്പം പുസ്തകത്തിൽ നോക്കിയിരിക്കുക. ഓക്കെ. മണ്ണ് ആകപ്പാടി തൻ്റെ ശരീരത്തെ ഒന്ന് വീക്ഷിച്ചപ്പോൾ കുഞ്ഞാപ്പിക്ക് തന്നോട് തന്നെ വല്ലാത്ത പുച്ഛം തോന്നി. അപ്പം കുഞ്ഞാപ്പിയുടെ ശരീരം ഒന്ന് നോക്കിയപ്പോൾ എന്താ, കുഞ്ഞാപ്പിക്ക് തന്നെ എന്തോ ഒരു ഇഷ്ടക്കേട് തോന്നി. ഇത്രയും കോലം കെട്ട യാതൊരു വടുവുമില്ലാത്ത ഒരു ശരീരവും ഏന്തി വലിച്ചുകൊണ്ടാണോ താൻ ഇത്ര നാൾ എന്ന് വെച്ചാൽ ഈ 68 വർഷം ജീവിച്ചു കൊണ്ടിരുന്നത്. അപ്പോൾ ഈ 68 വർഷമായിട്ടും അദ്ദേഹത്തിൻ്റെ ശരീരത്തെക്കുറിച്ചൊന്നും നോക്കുവാനായിട്ട് സമയം കിട്ടിയിരുന്നില്ല. കൃഷിപ്പണിയായിട്ട് ഇങ്ങനെ നടക്കുകയായിരുന്നു. ഇപ്പോഴാണ് അദ്ദേഹത്തിൻ്റെ ശരീരം ഒന്ന് നോക്കിയപ്പോൾ ഇത്രയും വീർത്ത് ശരീരമൊക്കെ വീർത്ത് ശരീരത്ത് വടിവുകളൊന്നും അതായത് യാതൊരു വടിവുമൊന്നുമില്ലാതെ വലിയ ഒരു ശരീരമായിരുന്നു അദ്ദേഹത്തിൻ്റേത്. ഒരിക്കൽ പോലും ഈ ഒരു നിമിഷത്തിന് തൊട്ടു മുൻപുള്ള നിമിഷം വരെ കുഞ്ഞാപ്പി തൻ്റെ ശരീരത്തെക്കുറിച്ചോ ശരീരത്തിൻ്റെ ആകാര വടിവിനെക്കുറിച്ചോ ഭംഗികേടിനെക്കുറിച്ചോ അല്പം പോലും ചിന്തിച്ചിരുന്നില്ല. ഈ 68 വർഷമായിട്ടും അദ്ദേഹത്തിൻ്റെ ശരീരത്തെക്കുറിച്ച് ചിന്തിച്ചിട്ടേ ഇല്ലായിരുന്നു. ഇപ്പം ഈ നിമിഷം മാത്രമാണ് അദ്ദേഹം അതിനെക്കുറിച്ച് ചിന്തിച്ചത്. ചിന്തയുടെ ഈ ഒരു നിമിഷം സൃഷ്ടിച്ചത് ചേച്ച എന്ന് കുഞ്ഞാപ്പി നീട്ടി വിളിക്കുന്ന എന്തിനും ഏതിനും വെളിപ്പുറത്തുള്ള ഭാര്യയാണ്. അപ്പം ഈ ചിന്തയുടെ നിമിഷം സൃഷ്ടിച്ചത് ആരാണ്? അദ്ദേഹത്തിൻ്റെ ഭാര്യയായ ചേച്ചയാണ്. ഇളയ മകൻ ബെന്നി ഖത്തറിൽ നിന്നും വന്നപ്പോൾ കൊണ്ടുവന്ന വിശേഷതരം മുന്തിയ വാസനാ തൈലം ദേഹം മുഴുവൻ പുരട്ടുവാൻ സ്നേഹപൂർവം പറഞ്ഞത് ചേച്ചയാണ്. മുന്തിയ വാസനാതൈലം പോയിട്ട് ഒരുതരം തൈലവും കുഞ്ഞാപ്പിക്ക് പരിചയമുണ്ടായിരുന്നില്ല. കണ്ടോ, കുഞ്ഞാപ്പിയെ കണ്ടോ? കുഞ്ഞാപ്പിയും കുഞ്ഞാപ്പിയുടെ ഭാര്യ ചേച്ചയും കണ്ടോ? അതുകൊണ്ട് തന്നെ ആദ്യം അല്പം മടിച്ചതുമാണ്. എങ്കിലും ചേച്ച വീണ്ടും നിർബന്ധിക്കുകയായിരുന്നു. നിങ്ങൾ മനുഷ്യ, ആ കരടി ദേഹത്ത് ഇതൊന്ന് പുരട്ടി നോക്കിക്കേ, അപ്പോൾ അറിയാം അതിൻ്റെ സുഖം. ഈ ലോകത്ത് താൻ അറിയാത്ത എന്തെല്ലാം സുഖങ്ങൾ ഉണ്ടായിരിക്കുമെന്ന് കുഞ്ഞാപ്പി അല്പം പോലും അന്നേരവും ചിന്തിച്ചിട്ടില്ല. അല്ലെങ്കിൽ തന്നെ സുഖങ്ങളെക്കുറിച്ച് ചിന്തിക്കാൻ കുഞ്ഞാപ്പിക്ക് എവിടെ സമയം? ഒരു ദിവസം തികയില്ല പറമ്പിലെ വാഴയെയും ചീനിയെയും ചേനയുമൊക്കെ പരിചരിക്കാൻ. അവയുടെ പച്ചപ്പുകളിലേക്ക് തൻ്റെ ഹൃദയം ചേർത്ത് വയ്ക്കാൻ. അവയുടെ മൂട്ടിൽ ചെന്നിരുന്ന് അവയോട് സല്ലപിക്കുകയായിരുന്നു കുഞ്ഞാപ്പിയുടെ എക്കാലത്തെയും സുഖം. അതിനിടയിലൂടെ തന്നെയാണ് ഭാര്യ ചേച്ചയുടെയും മക്കൾ 5 പേരുടെയും കാര്യങ്ങൾ കുഞ്ഞാപ്പി ശ്രദ്ധ വിടാതെ നോക്കിയിരുന്നത്. അതുകൊണ്ട് തന്നെയാണ് ചേച്ച നീട്ടിയ മുന്തിയ വാസനാതൈലം വാങ്ങാൻ കുഞ്ഞാപ്പി മടിച്ചതും. അപ്പം കുഞ്ഞാപ്പിയുടെ ജീവിതം എന്ന് പറയുന്നത് എന്താണ്? പറമ്പിലെ വാഴയെയും ചീനിയെയും ചേനയും ഒക്കെ പരിചരിക്കുക എന്നായിരുന്നു കുഞ്ഞാപ്പിയുടെ ജീവിത രീതി. അതിനിടയ്ക്ക് 5 മക്കളുടെ കാര്യവും കുഞ്ഞാപ്പി നോക്കുന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഭാര്യയ്ക്കും ആവശ്യമുള്ള ഇതൊക്കെ അദ്ദേഹം കൊടുക്കുന്നുണ്ടായിരുന്നു. മക്കളൊക്കെ നല്ല നിലയിലെത്തിയത് കുഞ്ഞാപ്പിയുടെ അധ്വാനത്തിൻ്റെ ഫലമാണ്.
നീ ഇത് പിള്ളേർക്ക് തന്നെ കൊടുത്തേക്ക്. നമുക്കെന്തിനെ ഈ പെരുത്ത മണം? നമ്മുടെ മണമൊക്കെ മണ്ണിൻ്റെ അല്ലേ? മണ്ണിൻ്റെ മണമല്ലേ നമ്മുടെയൊക്കെ. അതുകൊണ്ട് നമുക്ക് ഈ വാസനാതൈലത്തിൻ്റെ മണം ഇഷ്ടപ്പെടുകയില്ല. പക്ഷെ ചേച്ച വീണ്ടും നിർബന്ധിക്കുകയായിരുന്നു. ബെന്നി ഖത്തറിൽ നിന്നും വന്നിട്ട് അന്ന് 3 ദിവസങ്ങളെ ആയിരുന്നുള്ളൂ. ഉച്ച കഴിഞ്ഞാണ് ബെന്നി ഭാര്യ ലൂസിയെയും വീട്ടിലേക്ക് മക്കൾ 2 പേരെയും സഹിതം പോയത്. അപ്പം ഭാര്യ ലൂസിയുടെ വീട്ടിലേക്ക് മക്കൾ 2 പേര് സഹിതം ബെന്നി പോയത് അല്ലേ. പോകാൻ നേരവും ബെന്നി ചേച്ചയോട് പറഞ്ഞത്രേ, അപ്പച്ചനോട് പറയണേ ഈ തൈലം ദേഹം മുഴുവൻ പുരട്ടുവാൻ. വൃത്തികെട്ട ചെളിയുടെ നാറ്റമൊക്കെ മാറാൻ നല്ലതാണ്. ആദ്യം കേട്ടപ്പോൾ കുഞ്ഞാപ്പിക്ക് ആഞ്ഞു തുപ്പാനാണ് തോന്നിയത്. അപ്പം വൃത്തികെട്ട ചെളിയുടെ നാറ്റം, ഈ ചെളിയുടെ നാറ്റത്തിൽ നിന്നല്ലേ ഈ മക്കളെല്ലാം ഉയർന്നുയർന്ന് വന്നത് അല്ലേ. അപ്പം ആദ്യം കേട്ടപ്പോൾ കുഞ്ഞാപ്പിക്ക് എന്താണ് ദേഷ്യമാണ് തോന്നിയത്. എന്നാൽ മണ്ണ് കുഴഞ്ഞ ചെളിക്ക് നാറ്റമായത് എന്നാണ് മണ്ണ് കുഴഞ്ഞ ചെളിക്ക് നാറ്റമായത്. ഇവരൊക്കെ നല്ല നിലയിലായപ്പോഴാണ് മണ്ണ് കുഴഞ്ഞ ഈ ചെളിക്ക് നാറ്റമായത് അല്ലേ. ഈ ചെളിയിൽ നിന്നാണ് അവരെല്ലാം രക്ഷപ്പെട്ടു പോയത്. ആ ചെളിയിൽ നിന്നുകൊണ്ടല്ലേ താൻ അവനെ കരയിലേക്ക് കയറ്റി പറഞ്ഞു വിട്ടത്, ഖത്തറിലേക്ക്. എന്നിട്ടും അവനത് നാറ്റമായി. ചേച്ചിയാണ് കുഞ്ഞാപ്പിയെ പറഞ്ഞ് സമാധാനിപ്പിച്ചതും മനസ്സിലാക്കിയതും. പുത്തൻ പിള്ളാരല്ലേ, അവർക്ക് അങ്ങനെയൊക്കെ തോന്നും. നമ്മളല്ലേ ക്ഷമിക്കേണ്ടത്. കുഞ്ഞാപ്പിക്കും അതിൽ കാര്യമുണ്ടെന്ന് തോന്നി. അതുകൊണ്ട് തന്നെയാണ് കുഞ്ഞാപ്പി മറുത്തൊന്നും പറയാതിരുന്നതും വാസനാതൈലം ദേഹത്ത് പുരട്ടാമെന്ന് കരുതിയതും. ഒന്നുമില്ലേലും അവൻ തൻ്റെ മകനല്ലേ. അക്കരെ നിന്ന് അവൻ കൊണ്ടുവന്ന സാധനം വേണ്ടെന്ന് പറയുന്നത് തെറ്റല്ലേ. എങ്കിലും കുഞ്ഞാപ്പിക്ക് മനസ്സിൻ്റെ ഉള്ളിലുള്ളിൽ അറിയാമായിരുന്നു അവൻ കൊണ്ടുവന്നതെന്ന മുന്തിയ വാസനാതൈലത്തിൻ്റെ ഗന്ധത്തിനേക്കാൾ തനിക്ക് പ്രിയമെന്താണ്, തൻ്റെ പ്രിയപ്പെട്ട മണ്ണിൻ്റെയും ചെളിയുടെയും തന്നെയാണ് എന്ന്. ഇനി ഇളയ മകനായതുകൊണ്ടും അവനോടല്പം പ്രിയം കൂടുതലുള്ളതുകൊണ്ടും ചേച്ച പറഞ്ഞത് അനുസരിക്കുകയായിരുന്നു. അല്ലെങ്കിൽ തന്നെ മക്കളിൽ ബാക്കി 4 പേരും കുഞ്ഞാപ്പിയെ കൂടി വിട്ട് പറന്നു പോയിട്ട് കാലം എത്രയായി. ക്രിസ്മസിനോ ഈസ്റ്ററിനോ മറ്റോ ഭാര്യയെയും മക്കളെയും കൂട്ടി ഒന്ന് വന്നെങ്കിലായി. അത്ര തന്നെ. 3 ആൺമക്കളും അങ്ങനെ തന്നെ. അപ്പം കുഞ്ഞാപ്പിക്ക് 5 മക്കളാണുള്ളതല്ലേ. 5 മക്കളിൽ ഇളയാൾ മാത്രമേ കുഞ്ഞാപ്പിയെ കാണാനായിട്ട് വരാറുള്ളൂ. ബാക്കി എല്ലാവരും ഈസ്റ്ററിനോ ക്രിസ്മസിനോ ഒക്കെ മാത്രമാണ് എത്തുന്നത്. 3 ആൺമക്കളും അങ്ങനെ തന്നെ. ഒരുപക്ഷെ മകൾ മേരി അങ്ങനെയല്ലെന്ന് കുഞ്ഞാപ്പി പലപ്പോഴും ചേച്ചയോട് പറഞ്ഞിട്ടുണ്ട്. നഗരത്തിലെ സ്കൂളിൽ ടീച്ചറായ മേരി അവധി ദിവസങ്ങളിലെല്ലാം മക്കളെയും കൂട്ടി, ഭർത്താവ് കൂടെ ഇല്ലെങ്കിൽ കൂടി കുഞ്ഞാപ്പിയെയും ചേച്ചയും കാണാൻ വരാറുണ്ട്. അതുകൊണ്ട് തന്നെ മണ്ണിൽ വിളയുന്ന വാഴക്കുലയും ചേനയും ചേമ്പും തേങ്ങയും എല്ലാം കൂടുതൽ കുഞ്ഞാപ്പി കൊടുക്കുന്നത് മകൾ മേരിക്ക് തന്നെ. മേരി പലപ്പോഴും ലാൻഡ് ഫോണിൽ വിളിക്കുമ്പോൾ പറയാറുണ്ട്, സ്കൂളിലെ HMനും മറ്റ് ടീച്ചർമാർക്കുമൊക്കെ അപ്പച്ചൻ കൊടുത്തയക്കുന്ന ഏത്തക്കായും ചേനയുമൊക്കെ ഒരുപാട് ഇഷ്ടമാണ് എന്ന്. ഇത്തരം നാടൻ സാധനങ്ങൾ ഇപ്പോൾ കിട്ടാനില്ലെന്ന്. അത് പറഞ്ഞപ്പോഴാണ് ഓർക്കുന്നത് കുഞ്ഞാപ്പിക്ക് ബെന്നി ഒരു മൊബൈൽ ഫോൺ സമ്മാനിച്ചതും അത് കയ്യോടെ കുഞ്ഞാപ്പി നിരസിച്ചതും. എൻ്റെ പൊന്നുമോനെ, ഈ കുന്ത്രാണ്ടമൊക്കെ ഞെക്കാൻ എനിക്കറിയാൻ മേല. നീ ഇത് നിന്റെ കയ്യിൽ തന്നെ വെച്ചോ. ബെന്നി പിന്നെ നിർബന്ധിച്ചില്ല. അതിനുശേഷമാണ് ബെന്നിയുടെ ഇളയ മകൻ 4 വയസ്സുള്ള ജസ്റ്റിൻ അത് ഞെക്കി കളിച്ചുകൊണ്ട് നടക്കുന്നത് കണ്ടത്. സത്യത്തിൽ കുഞ്ഞാപ്പിക്ക് അതിശയമായിരുന്നു എല്ലാം. കർത്താവിൻ്റെ ഓരോ കളിയെ ഒന്ന് ഞെക്കിയാൽ മതി, എന്തെല്ലാം കാര്യങ്ങളാ.
ചേച്ചിക്കും അതിശയമായിരുന്നു. എങ്കിലും ബെന്നി കൊടുത്ത മൊബൈൽ ഫോണിൽ അവൾ എങ്ങനെയൊക്കെയോ വിളിക്കാൻ പഠിച്ചു. ബെന്നിയുടെ ഭാര്യ ലൂസിയ എന്തൊക്കെയോ പറഞ്ഞ് മനസ്സിലാക്കിയ ശേഷം പ്രത്യേകം ഓർമ്മപ്പെടുത്തി, അമ്മച്ചി ആവശ്യമില്ലാത്തതിലൊന്നും കയറി കുത്തരുതേ. കോള് വരുമ്പോൾ പച്ചയിൽ കുത്തി എടുക്കാൻ മാത്രം ലൂസിയ ചേച്ചിയെ പഠിപ്പിച്ചു. ഓക്കെ, ഇത്ര നിങ്ങൾക്ക് മനസ്സിലായോ? മൊബൈൽ ഫോൺ കിട്ടിയിട്ട് അത് ഞെക്കുവാനായിട്ട്, അത് ഉപയോഗിക്കുവാനായിട്ട് നമ്മുടെ കുഞ്ഞാപ്പിക്ക് അറിയില്ലായിരുന്നു. അതുപോലെ തന്നെ കുഞ്ഞാപ്പിയുടെ ഭാര്യയായ ചേച്ചയ്ക്ക് അത് വിളിക്കാൻ മാത്രം അവർക്ക് മനസ്സിലാക്കി കൊടുത്തു. ഓക്കെ, ഇനി ഇതിൻ്റെ ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം.